മധ്യപ്രദേശിൽ ചുമമരുന്ന് കഴിച്ച് 18 കുട്ടികൾ മരിച്ചതിന് പിന്നാലെ കേരളത്തിൽ വ്യാപക പരിശോധനയ്ക്ക് ഡ്രഗ്സ് കൺട്രോൾ. ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ മരുന്ന് വിറ്റാൽ കർശനമായ നടപടിയെടുക്കും. സംസ്ഥാന ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഉൾപ്പെടെ 52 ചുമമരുന്നുകളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. PR പ്രവീണയുണ്ട് വിവരങ്ങളുമായി. പ്രവീണ, 18 കുട്ടികളുടെ മരണത്തിന് ഇടയാക്കിയ സംഭവമാണ്. അതിലിപ്പോൾ കേരളത്തിലും പരിശോധന ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഏത് തരത്തിലായിരിക്കും പരിശോധന? എന്താണ് വിശദാംശങ്ങൾ? ഇന്നലെ തന്നെ ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തിരുന്നു. വ്യാപക പരിശോധനയ്ക്ക് ഡ്രഗ്സ് കൺട്രോളർ നിർദ്ദേശം നൽകുകയും ഇന്നലെ മുതൽ പരിശോധന തുടങ്ങുകയും ചെയ്തു. ഈ പരിശോധനയുടെ ഭാഗമായാണ് 52 കമ്പനികളുടെ കഫ് സിറപ്പുകൾ പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചത്. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഉൾപ്പെടെയുള്ള ചുമമരുന്നുകൾ ഉൾപ്പെടുന്നുണ്ട്. ഇതെല്ലാം സംസ്ഥാനത്തെ ഡ്രഗ്സ് കൺട്രോളറിന്റെ ലാബുകളിൽ തന്നെയാണ് പരിശോധന നടത്തുക. 2 ആഴ്ചയ്ക്കുള്ളിൽ പരിശോധനാ റിപ്പോർട്ട് വന്ന ശേഷമാകും തുടർ നടപടി. അതിനിടെ പലയിടത്തും ഓവർ ദ കൗണ്ടർ, അതായത് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ചുമമരുന്നുകൾ വിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട വിവരം കിട്ടി. ഇതിനെ തുടർന്നാണ് ആ പരിശോധനയും കർശനമാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കുറിപ്പടിയില്ലാതെ ഒരാൾക്ക്, അതായത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരാൾക്കും ചുമമരുന്ന് നൽകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്നറിയാൻ സംസ്ഥാന വ്യാപക പരിശോധനയ്ക്ക് നാളെ തുടക്കമാവുകയാണ്. അങ്ങനെ കണ്ടെത്തിയാൽ മെഡിക്കൽ ഷോപ്പുകളുടെ ലൈസൻസ് റദ്ദാക്കുന്ന അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങാനാണ് നിലവിൽ ഡ്രഗ്സ് കൺട്രോളർ വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്. അതീവ ഗുരുതരമായ സംഭവമാണ്. മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട സമയം കൂടിയാണിത്. PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്.